എല്ലാവർക്കും വീണ്ടും ഒരു ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ നമുക്ക് രണ്ട് സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മാളു ചോദിക്കുന്ന ഇന്റർഗേറ്റീവ് സെന്റൻസും റിസ്വാൻ ആൻസർ ചെയ്യുന്ന അസർട്ടീവ് സെന്റൻസും ആണ്. നമുക്കറിയാം ഇന്റർഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് വരുന്നത് ആസ്ക് ആണ്. അപ്പൊ അതിലൂടെ മാളു ആസ്ക്ഡ് റിസ്വാൻ എന്ന് വന്നിരിക്കുന്നത്. ഇനി ഈ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ കണക്ടർ വേണം. അപ്പൊ എല്ലാവർക്കും അറിയാം ഇവിടെ ഇന്റർഗേറ്റീവ് സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് വെൻ എന്ന് പറയുന്ന ഇന്റർഗേറ്റീവ് പ്രോനൗണിലാണ്. അതുകൊണ്ട് ഇവിടെ ഇന്റർഗേറ്റീവ് പ്രോനൗൺ തന്നെ എന്തായിട്ട് മാറും? കൺജങ്ഷൻ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് ഇവിടെ വെൻ വന്നു. ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ട ആരെയാണ് എടുക്കേണ്ടത്? അതെ, അപ്പൊ നമ്മൾ കൺജക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾക്ക് വേണ്ട ആരെയാണ്? സബ്ജക്റ്റിനാണ് വേണ്ടത്. ഇവിടെ ആരാണ് സബ്ജക്ട്? യു ആണ് സബ്ജക്ട്. അപ്പൊ യു ആരനുസരിച്ച് മാറണം? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ റിസ്വാൻ അനുസരിച്ച് മാറണം. കേൾക്കുന്ന ആളിനനുസരിച്ച് എന്ത് ചെയ്യണം? മാറണം. റിസ്വാൻ എന്ന് പറയുന്നത് ആൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ എന്തായിട്ട് മാറണം? ഹീ ആയിട്ട് എന്ത് ചെയ്യണം? മാറണം. അത് കഴിഞ്ഞ് നമ്മൾ ആരെ എടുക്കണം? ആദ്യം നമ്മൾ കൺജക്ഷൻ കൊടുത്തു, പിന്നെ നമ്മൾ ആരെ എടുത്തു? സബ്ജക്റ്റിനെ എടുത്തു. ഇനി നമ്മൾ ആരെ എടുക്കണം? ആർ കമ്മിങ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് പ്ലസ് വെർബിനെ എന്ത് ചെയ്യണം? എടുക്കണം. ആറ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറാം? ആറ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാസായിട്ടോ വേറായിട്ടോ മാറാം. ഓർത്ത് വെച്ചിരിക്കുക, ആറിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വാസായിട്ടോ വേറായിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അവിടെ വാസാണോ വേറാണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ആളാണ്. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഹീ ആണ്. ഹീയുടെ കൂടെ വാസ് വരുമോ വേറെ വരുമോ? നിങ്ങൾക്കറിയാം വാസാണ് വരേണ്ടത്. അതുകൊണ്ട് ഇവിടെ എന്തെഴുതണം? വാസ് എഴുതണം. ഒരിക്കലും പഠിച്ചു വെക്കരുത് ആറ് വേറാകും എന്ന് പഠിച്ചു വെക്കരുത്. മറിച്ച് ആറ് വാസോ വേറോ ആകാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വാസാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് ആരാണ്? ഹീ ആണ്. ഹീയുടെ ആരാണ് വരേണ്ടത്? വാസ്. ഹീയുടെ ആര് വരണം? വാസ് വരണം. ഷീയുടെ ആര് വരണം? വാസ് വരണം. ഇറ്റിന്റെ ആര് വരണം? വാസ് വരണം. രാമുവിന്റെ ആര് വരണം? വാസ് വരണം. അതിനുള്ള ഐയുടെ കൂടി ആരാണ് വരുന്നത്? വാസാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആറ് വേറാകും എന്ന് പഠിച്ചു വെക്കരുത്. ആറ് വാസോ വേറോ ആകാം. സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് മാറ്റം അവിടെ എന്ത് ചെയ്യും? സംജാതമാകും. അപ്പോ ഇവിടെ വാസ്. അടുത്തത് ആർ കമ്മിങ് എന്തായിട്ട് മാറും? ആറ് വാസായിട്ട് മാറും. ആറ് വാസായിട്ട് മാറി. ഇനി ആർ കമ്മിങ് എന്ന് പറയുന്നത് വാസ് കമ്മിങ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. വാസ് കമ്മിങ്. അപ്പൊ ഈ വെർബിന്റെ രൂപത്തിൽ എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. ഈസിന്റെ കൂടെയും ആറിന്റെ കൂടെയും ആമിന്റെ കൂടെയും വാസിന്റെ കൂടെയും പ്രസന്റ് പാർട്ടിസിപ്പിളും ഉപയോഗിക്കാം, പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് ക്രിയയുടെ ING ഫോമിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ക്രിയയുടെ V3 ഫോമിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ആരെ എഴുതി? കൺജക്ഷൻ എഴുതി. പിന്നെ നമ്മൾ ഇവിടുത്തെ യു റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരായിട്ട് മാറി? റിസ്വാനനുസരിച്ച് ഹീ ആയിട്ട് മാറി. അത് കഴിഞ്ഞ് നമ്മൾ ആർ കമ്മിങ് എടുത്തു. ആർ കമ്മിങ് എങ്ങനെ മാറി? വാസ് കമ്മിങ് ആയിട്ട് മാറി. വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എന്തില്ല? മാറ്റമില്ല. അതങ്ങനെ എന്തെങ്കിലും എഴുതി വിത്തായിട്ട് തന്നെ എന്ത് ചെയ്തു? എഴുതി. ഇനി അടുത്തത് മൈ ഫ്രണ്ട് എന്നുള്ളത് മൈ ഐയുടെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോ ഐയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? മാളു ആണ്. അപ്പോ ആരുടെ? ഷീയുടെ സ്ഥാനം എടുക്കണം. ഷീയുടെ സ്ഥാനത്ത് ആരാണ്? മൈ ഇങ്ങനെ മാറും. ഹെറായിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോ ഐ മാളു ആണെങ്കിൽ എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. മീ മാളു ആണെങ്കിൽ ഹെറായിട്ട് മാറും. മൈയും എന്തായിട്ട് മാറും? ഹെറായിട്ട് എന്ത് ചെയ്യും? മാറും. അവിടെ എന്താ ചെയ്യണം? വിത്ത് ഹർ ഫ്രണ്ട് ആയിട്ട് എന്ത് ചെയ്യും? മാറും. FRIEND. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെൻ ആർ യു കമ്മിങ് വിത്ത് മൈ ഫ്രണ്ട് എന്നുള്ള ഇന്റർഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാളു ആസ്ക്ഡ് റിസ്വാൻ വെൻ ഹി വാസ് കമ്മിങ് വിത്ത് ഹർ ഫ്രണ്ട് എന്ത് ചെയ്യും? മാറും. അങ്ങനെയായിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസിനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? റിപ്പോർട്ട് ഒരുപാട് ഏതൊക്കെ വരാം? സേ വരാം, ടെൽ വരാം, റിപ്ലൈ വരാം, ആൻസർ വരാം. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിരുന്നു? ആൻസേർഡ്. അപ്പൊ റിസ്വാൻ ആൻസേർഡ് മാളു. നമുക്കറിയാം അസർട്ടീവ് സെന്റൻസിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു കണക്ടർ വേണം, കൺജക്ഷൻ വേണം. ആ കൺജക്ഷൻ നമ്മൾ ഏതെടുക്കും? ഈ അസർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് ഒരേ ഒരു കൺജക്ഷനേ ഉള്ളൂ. ആരാണ്? ദാറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ദാറ്റ് എഴുതി.
അടുത്ത നമ്മൾ ആരെടുക്കണം? സബ്ജക്റ്റ് എടുക്കണം. സബ്ജക്റ്റ് ആരാണ്? ഐ ആണ്. ഐ ആരനുസരിക്കണം? റിസ്വാൻ അനുസരിക്കണം. റിസ്വാൻ ആരാണ്? ആൺകുട്ടിയാണ്. അതുകൊണ്ട് ഐ ആരായിട്ട് മാറും? ഹി ആയിട്ട് എന്ത് ചെയ്യും? മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ആര് നോക്കണം? ആം കമ്മിങ് ആണ്. ആം കമ്മിങ് നേരത്തെ പറഞ്ഞതൊക്കെ എന്തൊക്കെയായിട്ട് മാറാം? വാസ് കമ്മിങ് ആയിട്ട് മാറാം, വേർ കമ്മിങ് ആയിട്ട് മാറാം. സോറി, ആം കമ്മിങ് എപ്പോഴും എന്തായിട്ട് മാറൂ? വാസ് കമ്മിങ് ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? മാറത്തുള്ളൂ. ഹി വാസ് എന്താണ്? കമ്മിങ്. വി വാസ് എന്താണ്? കമ്മിങ്. കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടല്ലോ. ആദ്യം എന്ത് കൊടുത്തു? കൺജക്ഷൻ കൊടുത്തു. പിന്നെ അടുത്ത ആരുടെ എഴുതി? സബ്ജക്ട് എടുത്ത് എഴുതി ഹി. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബും വെർബോടെ എടുത്തു. ആം കമ്മിങ് എങ്ങനെ മാറും? വാസ് കമ്മിങ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അടുത്തത് വിത്താണ്. വിത്തിന് എന്തില്ല? മാറ്റമില്ല. വിത്തിന് മാറ്റമില്ല. യുവർ ഫ്രണ്ട്, യു ആരനുസരിച്ച് മാറണം? ഇവിടുത്തെ കേൾക്കുന്ന ആളാരാണ്? മാളുവാണ്. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? വിത്ത് യുവർ ഫ്രണ്ട് എങ്ങനെ മാറും? ഹെർ ഫ്രണ്ട് ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഹെർ ഫ്രണ്ട് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോ ഈ വാക്ക് യുവർ ഫ്രണ്ട് എങ്ങനെ മാറി? ഹെർ ഫ്രണ്ട് ആയിട്ട് മാറി. നൗ എന്ന് പറയുന്ന സമയത്തെ കാണിക്കുന്ന വാക്ക് ദെൻ എന്ന് പറയുന്ന വാക്കായിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോ ഇവിടുത്തെ നൗ എന്ന് പറയുന്നത് സമയത്തെ കാണിക്കുന്ന വാക്കാണ്. സമയത്തെ കാണിക്കുന്ന വാക്കിന് എന്തുണ്ട്? മാറ്റമുണ്ട്. ദെൻ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏകദേശം രൂപമായി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതായത് പ്രോനൗൺസിന് മാറ്റമുണ്ട്. സമയത്തെ കാണിക്കുന്ന വാക്കായ ഓക്സിലറിന് എന്തുണ്ട്? മാറ്റമുണ്ട്. അതേപോലെ സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നൗ, യെസ്റ്റർഡേ, ടുമോറോ എന്ന് പറയുന്ന വാക്കുകൾക്കും അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഡേ എന്ന് പറയുന്ന വാക്കുകൾക്കും അവിടെ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അപ്പോ ഇവിടെ കമ്മിങ് വിത്ത് യുവർ ഫ്രണ്ട് നൗ എന്നുള്ളത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറും? റിസ്വാൻ ആൻസേർഡ് മാളു ദാറ്റ് ഹി വാസ് കമ്മിങ് വിത്ത് ഹെർ ഫ്രണ്ട് ദെൻ എന്നായിട്ട് എന്ത് ചെയ്യും? മാറും.